ദൈവത്തിനു മഹത്വം. 26/11/2025 ബൈബിൾ പഠനരീതിയിലെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പ്രസ്താവിപ്പാൻ താല്പര്യപ്പെടുന്നു. പലരും ശരിയായിട്ട് എഴുതി, ചിലരെ അത് പൂർണ്ണമായിട്ടില്ല. യേശുക്രിസ്തുവിൽ തുടങ്ങുന്ന പറഞ്ഞത്. യേശുക്രിസ്തുവിൽ അവൻ എവിടെ നിന്ന് ഇവിടേക്കാണ് സ്നാനപ്പെടാൻ പോയത്? മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന് 13-ാമത്തെ വാക്യം. ഗലീലയിൽ നിന്നും യോർദാനിലേക്ക് അവൻ യാത്ര തിരിച്ചു. രണ്ടാമത്തെ ചോദ്യം നായാട്ടിവീരനെ പറ്റിയാണ് ചോദിച്ചത്. അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് നായാട്ടിവീരനായിരിക്കുന്ന നിമ്രോദ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നിമ്രോദ്. മൂന്നാമത്, അത് പലരും തെറ്റിച്ചെഴുതി. പുതിയ നിയമത്തിലെ 1-ാമത്തെ രക്തസാക്ഷിയായ അപ്പസ്തോലൻ, അത് യാക്കോബാണ്. പലരും സ്തേഫാനോസ് എന്ന് പറഞ്ഞു. സ്തേഫാനോസ് അപ്പസ്തോലനല്ല, യാക്കോബായിരുന്നു അപ്പസ്തോലൻ. നാലാമത്തെ ചോദ്യം, ഒട്ടക രോമം ധരിച്ച 2 പ്രവാചകന്മാർ. അതിന് ഉത്തരം യോഹന്നാൻ സ്നാപകനും ഏലിയ പ്രവാചകനും. അഞ്ചാമത്തെ ചോദ്യം, ബൈബിളിൽ ആരാണ് ആദ്യമേ കെട്ടിത്തൂങ്ങിച്ചത്തയാള്? അഹീതോഫേൽ 2 ശമൂവേൽ 12-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ആറാമത്തെ ചോദ്യം നിസ്സാരമായ ചോദ്യമാണ്. അബ്രഹാമിന് ആകെ എത്ര മക്കൾ? 8 മക്കൾ. അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു, സിമ്പിളായിട്ട് ചോദ്യമാണ്. ഒരത്ഭുതം മാത്രം 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എട്ടാമത്തെ ചോദ്യം, ഏറ്റവും അധികം അക്ഷരങ്ങൾ ഉള്ളതായ ഒരാളുടെ പേര്. യെശയ്യാ പ്രവാചകന്റെ മകൻ. യെശയ്യാ 8-1 മഗേർശാൽ ഹാസ് ബാസ്. 9-ാമത്തെ ചോദ്യം, അബ്രഹാം 2 കരങ്ങൾ ഉയർത്തി സത്യം ചെയ്തു. ഒരാളോട് പറഞ്ഞു, നിന്റെ ഒരു വസ്തുവും എനിക്ക് വേണ്ട, ചെരുപ്പിന്റെ വാറ് പോലും എനിക്ക് വേണ്ട എന്ന് ആരോട് പറഞ്ഞതിന്റെ ഉത്തരം. ഉൽപ്പത്തി 14:23 സോദോം രാജാവിനോട്. യേശുക്രിസ്തു ജീവനോടെ ആയിരുന്ന സമയത്ത് ഒത്തിരി അത്ഭുതം നടത്തിയിട്ടുണ്ട്. മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താൻ നടത്തിയ അത്ഭുതം. യോഹന്നാൻ 21-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 153 വലിയ മത്സ്യങ്ങളെ തന്റെ ശിഷ്യന്മാരെ കൊണ്ട് പിടിപ്പിച്ചു. ബൈബിൾ പഠനവേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൈക്കൂലി വാങ്ങി കള്ളപ്രവചനം പഴയ നിയമകാലത്ത് ഒരുവൻ നടന്നു. അന്നുകൊണ്ട് ഈ കൈക്കൂലികൾ, ഇന്നുകൊണ്ട് ഈ കൈക്കൂലികൾ. അന്നുകൊണ്ട് കള്ളപ്രവാചകന്മാർ, ഇന്നുകൊണ്ട് കള്ളപ്രവാചകന്മാർ. കൈക്കൂലി വാങ്ങി കള്ളപ്രവചനം നടത്തിയ വ്യക്തി. പണം കൊടുത്തത് തോബിയാവും സമ്പലത്തുമാണ് കൈക്കൂലി കൊടുത്തത്. അവൻ പ്രവചിച്ചു. ഇന്നും ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ വ്യക്തി നമുക്ക് കണ്ടുപിടിക്കണം. ഞാന് കാശ് കൊടുത്ത ആളുകൾ 2 പേര് പറഞ്ഞു. കാശ് വാങ്ങിയ ആ കള്ളപ്രവാചകനെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇന്ന് യുദ്ധമില്ലാത്ത ദിവസമില്ല. എന്നാൽ ബൈബിളിൽ യുദ്ധങ്ങൾ ആരംഭിച്ചു. ആദ്യം നടന്ന യുദ്ധം അത് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുക. ആദ്യമായിട്ട് യുദ്ധം നടന്ന ആ സ്ഥലം ബൈബിൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിന് ബൈബിൾ ക്വിസായിട്ട് നിങ്ങളാരും ചിന്തിക്കരുത്. ഇന്ന് പെന്തക്കോസ്തുകാരെ ആഭരണം ധരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം, ഇത് അവസരം കിട്ടിയാൽ ആഭരണം ധരിക്കുന്നതിന് വേണ്ടി പല സഹോദരിമാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം,
നല്ല പെന്തക്കോസ്ത് സഭയിൽ നല്ല ആത്മീയമായി ജീവിച്ച പെൺകുട്ടികളെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലേക്ക് വിവാഹം ചെയ്തയച്ചു. അവർ ചെന്നൊരു മാസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കാതിലെ കുണുക്കുമുണ്ട്, വളയുണ്ട്, മോതിരമുണ്ട്, മാലയുണ്ട്. ഇവരെ രക്ഷിക്കപ്പെട്ട് സാധനപ്പെട്ടെങ്കിലും ഇവരുടെ ഉള്ളിൽ അതുണ്ടായിട്ടാണ് അവസരം കിട്ടിയപ്പോൾ അത് ചെയ്തത്. എന്നാൽ ഇത് പെന്തക്കോസ്തുകാരിനി ആഭരണമൊക്കെ ധരിക്കാനുള്ള അവസരം വന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. കള്ളന് വഴിയുണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക, വളരെ നന്നായിരിക്കും. എന്നാൽ ഈ ആഭരണങ്ങളെല്ലാം പഴയ നിയമത്തിലെ ഒരു ഭക്തൻ അത് കുഴിച്ച് അത് മൂടി. ആളുടെ പേര് യാക്കോബ് എന്നാണ്. യാക്കോബ് മേടിച്ചു, അതിനെല്ലാം കുഴിച്ചിട്ടു. നല്ലൊരു മനുഷ്യൻ. എന്നാൽ ആ കുഴിച്ചിട്ട സ്ഥലമേത്? ഒരു വൃക്ഷത്തിന് കീഴിലാണ് കുഴിച്ചിട്ടത്. നോക്കിക്കോണം, അത് ദൈവഹിതമില്ല എന്ന് മനസ്സിലാക്കിയോണ്ട് അതങ്ങനെ ചെയ്തു. ഈ കുഴിച്ചിട്ട വ്യക്തിയുടെ പേര് പറഞ്ഞു. ഈ സ്ഥലത്തിന്റെ പേര് നമ്മൾ അന്വേഷിക്കണം, ആ വൃക്ഷത്തിന്റെ പേരും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. പാട്ടെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ്. പാട്ടെന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ആരംഭം ഒരുത്തൻ കുറിച്ചു. അവർ പാട്ട് എഴുതാൻ കാരണമുണ്ട്. ആദ്യമായിട്ടാണ് ബൈബിൾ നോക്കുമ്പോൾ ബഹുഭാര്യ പദം ഉള്ള വ്യക്തി. അവർ 2 ഭാര്യമാരുണ്ടായിരുന്നു. അവന്റെ വായ, എന്റെ ഭാഷയാണ് പറയുന്നത്, അവന്റെ നാക്കും വായും ചൊവ്വയില്ലായിരുന്നു. ഒരുത്തൻ അവനെ മുറിവേൽപ്പിച്ചു, വേറൊരുവൻ തല്ലി പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഇടപാട് മോശമായതാണ്. അതിനാൽ അവൻ വീട്ടിൽ വന്ന് ഈ തല്ലുകൊണ്ടതിനെല്ലാം കൂടെ കൂട്ടി പുള്ളി മനോഹരമായ ഒരു പാട്ട് അങ്ങോട്ട് ചമച്ചു. പുള്ളി പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു പുരുഷനെയും കൊല്ലും, ഒരു യുവാവിനെയും കൊല്ലും. എന്നാൽ ഈ പാട്ടുകാരൻ ആരാണെന്ന് കണ്ടുപിടിക്കാണ്ട് ഭാര്യമാരുണ്ട്. അടി കിട്ടിയപ്പോൾ ആ പാട്ട് എഴുതിയത്. ഈ പാട്ടുകാരൻ നമ്മൾ കണ്ടുപിടിക്കുക. അത് ശരിയായ പുള്ളിയല്ല, അവൻ അടി കിട്ടിയോണ്ടാണ് പാട്ട് എഴുതിയത്. അതുകൊണ്ട് അവന്റെ പേര് ഒന്ന് പഠിച്ച് കണ്ടുപിടിക്കുക. ഏതു പാപികൾക്കും, എത്ര മഹാഭാവികൾക്കും ദൈവസന്നിധിയിൽ വരുന്നതിന് തടസ്സമില്ല. എന്നാൽ ബൈബിളിൽ 2 തലമുറയെ പറ്റി പറയുന്നുണ്ട്. അവരെ പറ്റി പറയുന്നത് അവരുടെ 10ാം തലമുറ പോലും, 10ാമത്തെ തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ അവർക്ക് പ്രവേശിക്കാൻ പാടില്ല. കാരണം അവരത്ര മഹാപാപം ചെയ്തേക്കുന്നത്. ഞാൻ ബൈബിള് പഠിച്ചിട്ടുള്ളതില് ഇത്രയും മഹാപാപം ചെയ്ത വ്യക്തി വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. എന്റെ കൊച്ചു പഠനത്തിൽ അത്രമാത്രം മഹാപാപം ചെയ്തപ്പോൾ ദൈവനമ്പരം പറഞ്ഞു, ഇവരുടെ 10ാം തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കുകയില്ല. 2 തലമുറകളാണ്. നമുക്ക് ഈ 2 തലമുറ ഒന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ഈ ശവപ്പെട്ടി എന്ന് പറയുമ്പോൾ നമുക്കാകെ പേടിയാം. എല്ലാവർക്കും പേടിയ ശവപ്പെട്ടി എന്നൊക്കെ പറയുമ്പോൾ. ബൈബിളിലാണ് ശവപ്പെട്ടി എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ആകെ പേടിയാണ്, ശവപ്പെട്ടി എന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, എവിടുത്തെ ചക്രവർത്തി ആയിരുന്നാലും, പുറമ്പോക്കി കിടക്കുന്നവനായിരുന്നാലും, വഴിയോരത്ത് കിടക്കുന്നവനായിരുന്നാലും, അവന്റെ അവസാനത്തെ കടപ്പറയാണ് ശവപ്പെട്ടി. പേടിയല്ലാതെ. എന്നാ ബൈബിളിലെ ആദ്യമായി ശവപ്പെട്ടി എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇനി ശവപ്പെട്ടിയിൽ ആരെയാണ് വെച്ചെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. കാരണം ബൈബിളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കേൾക്കാനും പഠിക്കാനും പറ്റുന്നത്. ആരെയാണ് ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് നിസ്സാരമായ ചോദ്യമാണ്. ഞാൻ ഈ പഠനവേദിയിലേക്ക്, ബൈബിൾ പഠനവേദിയിലേക്ക് നിങ്ങളോട്ട് ക്ലാസ് എടുക്കുന്നത് ബൈബിളൊക്കെ ഒന്ന് പഠിക്കാനും വായിക്കാനും ഒക്കെ കൂടിയാണ്. അതിനുവേണ്ടിയാണ്
ഞാൻ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. ആരെ വെച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ, 7ാമത്തെ ചോദ്യം. കാരണം ആദ്യത്തെ ദിവസത്തെ ഉത്തരങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യം കൂടെ മാത്രമേ ഉള്ളൂ. ഒരു ജീവനില്ലാത്ത വസ്തു, ഒരു ജീവനുമില്ല, ജീവൻ ഉണ്ടാകത്തുമില്ല. അതും നിസ്സാരമായ ചോദ്യമാണ്. ഞാൻ കടുപ്പമുള്ള ചോദ്യം ചോദിച്ച് ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് ജീവൻ പ്രാപിച്ചു. നോക്കിക്കോണം, ജീവനില്ലാത്ത ഒരു സാധനം പെട്ടെന്ന് ജീവൻ പ്രാപിച്ചു. ജീവൻ പ്രാപിച്ചു, കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പഴയ പോലായി, ആ വസ്തു പഴയ പോലായി, ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ ഈ വടിയുടെ ഉടമസ്ഥൻ നീണ്ട നാൾ ഇതിനെ കൊണ്ട് നടന്നു. എത്ര വർഷമാണെന്നൊക്കെ ഉണ്ട്, അത് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. നീണ്ട നാൾ കൊണ്ട് നടന്നു. ഈ വടി ഒരു അത്ഭുത വടിയായിട്ടങ്ങ് മാറി. അങ്ങ് നീണ്ട നാൾ കൊണ്ട് നടന്നു. അന്നേരം ഈ വടി ഏത് ജന്തുവായി തീർന്നു. ഈ വടി അതിന്റെ ഉടമസ്ഥൻ ആരെ കണ്ടുപിടിക്കുക. തുടരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ സഹകരണം ഏറ്റവും വിലപ്പെട്ടതാണ്. ഞാൻ ഈ ബൈബിൾ പഠനവേദി എന്ന് പറയുന്നത് ഒരു ബൈബിൾ ക്വിസായിട്ടല്ല, ചിന്തിക്കാനും പഠിക്കാനും വേണ്ടിയാണ്. ഞാൻ ഇതിനോടുകൂടി തന്നെ ഒരു ഓഡിയോ കേൾപ്പെടുന്നുണ്ടല്ലോ. ഇത് വീഡിയോ ആണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിനെ പറ്റി 265ാമത്തെ ക്ലാസ് ആയിട്ടുണ്ട്. ഇത് രണ്ടും മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എവിടെയും പ്രാർത്ഥന ഓർക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.